ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓ നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ഭഗവാൻ കൃഷ്ണന്റെ നിത്യകർമ്മങ്ങളാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നത്. നാരദര് ഭഗവാനെ സന്ദർശിച്ച് ജരാസന്ധനെ പറ്റി പരാതി പറഞ്ഞ ഒരു ഭക്തന്റെ ന്യായാന്യായങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നാരദർ പ്രത്യക്ഷമായി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. നാരദർ തുടർന്ന് ഭഗവാനോട് പറഞ്ഞു, ബ്രഹ്മലോകത്ത് ലഭിക്കാവുന്ന സർവ്വ ഐശ്വര്യങ്ങളും ഈ ഭൂമിയിൽ പോലും യുധിഷ്ഠിരൻ കൈവരിച്ചിരിക്കുന്നു. അത് തികച്ചും സംതൃപ്തനാണ്. അദ്ദേഹത്തിന് ഇനി കൂടുതലായി ഒന്നും ആവശ്യമില്ല. അദ്ദേഹം എല്ലാവിധത്തിലും സമ്പൂർണ്ണനാണ്. പക്ഷെ അങ്ങയുടെ ഹൈതുകമായ കാരുണ്യം നേടാനായിക്കൊണ്ട് അവിടുത്തെ പൂജിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, യുധിഷ്ഠിരന്റെ മഹത്തായ ഈ യാഗകർമ്മങ്ങളിൽ സർവ്വദേവന്മാരുടെയും ലോകത്തിലുള്ള സർവ്വ രാജാക്കന്മാരുടെയും ഒരു സമ്മേളനം തന്നെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് പുരുഷനായ പരബ്രഹ്മമാണ്. ശ്രവണം, കീർത്തന, സ്മരണം എന്നീ നിർദ്ദിഷ്ട രീതികളിൽ അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ നിരതനാകുവാൻ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്ന് തീർച്ചയായും മുക്തനായി പവിത്രീകരിക്കപ്പെടും. ഒരു ഭക്തിയുടെ ഭാവം എങ്ങനെ ആയിരിക്കണം എന്നുകൂടി നാരദർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പരമപുരുഷനായ പരബ്രഹ്മമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശ്രവണം, കീർത്തന, സ്മരണം എന്നീ നിർദ്ദിഷ്ട രീതികളിൽ അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ, ഇത് ശ്രവണം, കീർത്തന, സ്മരണം മാത്രമല്ല, പിന്നെ ഭഗവാനെ ഭക്തിയുത സേവനത്തിൽ നിരതനാകണം. ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്ന് തീർച്ചയായും അങ്ങനെയുള്ള ഭക്തർ മുക്തനാകും. അവിടെയാണ് പവിത്രീകരണം അഥവാ അന്ധകരണ ശുദ്ധി നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ആത്മാ സാക്ഷാത്കാരത്തിന് അർഹത നേടുകയുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങയെ നേരിട്ട് കാണാനും സ്പർശിക്കാനും അവസരം ലഭിക്കുന്നവരുടെ കാര്യം എന്തു പറയാനാണ്? പ്രിയപ്പെട്ട ഭഗവാനെ, സർവമംഗളങ്ങളുടെയും പ്രതീകമാണ് അങ്ങ്. അവിടുത്തെ അതീന്ദ്രിയമായ നാമവും കീർത്തിയും ഉപരി മധ്യ അധോലോകങ്ങൾക്കുൾപ്പെടെയുള്ള പ്രപഞ്ചമെങ്ങും വ്യാപിച്ചിരിക്കുന്നു. അവിടുത്തെ പാദപത്മങ്ങളെ തഴുകുന്ന സർവ അതിശായിയായ ജലം ഉപരിലോകങ്ങളിൽ മന്ദാകിനി എന്നറിയപ്പെടുന്നു. അധോലോകങ്ങളിൽ അത് ഭോഗവതിയാണ്. ഈ ഭൂമിയിൽ അത് ഗംഗയും. പവിത്രവും സർവാതിശായിയായും ആയ ആ ജലം പ്രവഹിക്കുന്നവിടമെല്ലാം തന്നെ പവിത്രമാക്കിക്കൊണ്ട് പ്രപഞ്ചമെങ്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാരദ മഹർഷി ദ്വാരകയിലെ സുധർമ്മ മണ്ഡപത്തിൽ എത്തുന്നതിന് അല്പം മുമ്പ് ഭഗവാൻ കൃഷ്ണനും മന്ത്രിമാരും കാര്യദർശികളും ജരാസന്ധനെ എങ്ങനെ ആക്രമിക്കുമെന്ന കാര്യം പര്യാലോചിക്കുകയായിരുന്നു. ഈ വിഷയം ഗൗരവമായി ആലോചിച്ചിരുന്നതിനാൽ യുധിഷ്ഠിരന്റെ ശ്രേഷ്ഠമായ രാജസൂയ യാഗത്തിൽ പങ്കെടുക്കാൻ ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനപുരിൽ പോകണമെന്ന നാരദന്റെ അഭിപ്രായം അവർക്ക് അത്ര ആകർഷകമായി തോന്നിയില്ല. തന്റെ സംബന്ധികളുടെ ഉദ്ദേശങ്ങൾ ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി. അദ്ദേഹം ബ്രഹ്മാവിനെ പോലും ഭരിക്കുന്നവനാണല്ലോ. അതിനാൽ അവരെ ശാന്തരാക്കാൻ അദ്ദേഹം ഉദ്ധവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉദ്ധവരെ, അങ്ങ് എപ്പോഴും തങ്ങളുടെ അഭ്യുതകാംക്ഷിയും വിശ്വസ്ത സുഹൃത്തുമാണ്. അതിനാൽ നാം സർവവും അങ്ങയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അങ്ങയുടെ ഉപദേശം എപ്പോഴും ശരിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ഥിതിവിശേഷം മുഴുവൻ അങ്ങയ്ക്ക് മനസ്സിലാകുന്നുണ്ടെന്നും നാം കരുതുന്നു. അതിനാൽ നാം അങ്ങയുടെ അഭിപ്രായം ആരായുകയാണ്. എന്താണ് നാം ചെയ്യേണ്ടത്? നമുക്ക് അങ്ങയിൽ വിശ്വാസമാണ്. അതിനാൽ അങ്ങയുടെ ഉപദേശം അനുസരിച്ച് നാം പ്രവർത്തിക്കും. ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ഭഗവാൻ കൃഷ്ണൻ പ്രവർത്തിക്കുന്നതെങ്കിലും ഭൂതം, ഭാവി, വർത്തമാനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഉദ്ധവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഭഗവാൻ തന്നോട് കൂടിയാലോചന നടത്താൻ ശ്രമിക്കുന്നത് കണ്ട് ഭഗവാനെ സേവിക്കാനായിട്ട് ഉദ്ധവർ സംഭാഷണം തുടങ്ങി.
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് സ്വയം തീരുമാനമെടുക്കാൻ, പര്യാലോചിക്കാൻ ഇവിടെ രണ്ട് വിഷയമാണ് ഭഗവാന്റെ മുമ്പിൽ വന്നത്. ഇവിടെ നിത്യകർമ്മം എന്ന് പറയുമ്പം നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങളിലെ ശാസ്ത്രവിധി പ്രകാരമുള്ള നമ്മൾ ചെയ്യുന്ന നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം വേണം ഏതെങ്കിലും കുടുംബ സംരക്ഷണമായിക്കോട്ടെ, സമൂഹ സംരക്ഷണമായിക്കോട്ടെ, ആത്മസംരക്ഷണവും ജീവസംരക്ഷണത്തിന് ഉതകുന്നതായ നിത്യനൈമിത്യ കർമ്മങ്ങൾ അഥവാ അഷ്ടാംഗയോഗം വരെയുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. നിത്യനൈമിത്യ കർമ്മങ്ങൾ ഒരു കാരണവശാലും അതിനാരെയും കൂട്ടുപിടിക്കുകയോ ഇല്ല മറ്റാരോടും അഭിപ്രായം ചോദിക്കുകയോ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഗുരുവിൽ നിന്നോ, ആവശ്യമെങ്കിൽ ഗീതാശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇല്ലേ ഭാഗവതത്തിൽ ഉദ്ധവോപദേശത്തിൽ പറയുന്നുണ്ട്, ഭാഗവതത്തിൽ തന്നെ കപിലോപദേശത്തിൽ അഷ്ടാംഗയോഗം നിത്യനൈമിത്യ കർമ്മങ്ങളെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഈ പല മാർഗങ്ങളിൽ നമ്മൾ അതൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ശരീരസ്ഥിതി, നമ്മുടെ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിത്യകർമ്മത്തിൽ നിത്യനൈമിത്യ കർമ്മങ്ങൾക്ക് ഒരു ചിട്ട വരുത്തണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്സതി. അതിൽ ഭഗവാൻ എന്തൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേക്കുക, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക, ശരീരശുദ്ധി വരുത്തുക, ഈശ്വരോന്മുഖമായിട്ടുള്ള സ്വാത്വിക കർമ്മങ്ങളിൽ പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് അത് ആദ്യം ആചരിക്കുക. ശാസ്ത്രാദി വിഷയങ്ങൾ, പുരാണാദികളോ മഹാഭാരതമോ ഇല്ലേ അതുപോലുള്ള ആധ്യാത്മിക ഉയർച്ച കിട്ടുന്നതായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, ജപതപാദികൾ ചെയ്യുക, ശ്രവണം, കീർത്തനം, മനനം. അതായത് ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ട് പോലും ഭഗവാൻ ഒരു മനുഷ്യന് മാതൃക കാണിക്കുന്ന തരത്തിൽ എല്ലാവിധ നിത്യകർമാദികളും നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്ത് കാണിച്ചു. അത് ഭഗവാൻ പറയുകയും ചെയ്തു. ഉപദേശത്തിൽ, ഗീതോപദേശത്തിൽ കർമ്മയോഗം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയുന്നത്, ഒരു നിമിഷം പോലും വേസ്റ്റാക്കി കളയരുത്, വിശ്രമിക്കേണ്ട സമയത്ത് യുക്താഹാര വിഹാരസ് രക്ഷസ് കർമ്മസ് എന്നൊക്കെ പറഞ്ഞു. അപ്പം വളരെ കൃത്യമായിട്ട് അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നിത്യനൈമിത്യ കർമ്മങ്ങളാണെന്നും പറഞ്ഞു. നിയതം കുരു കർമ്മത്തം കർമ്മ ജായൂഹ്യ കർമ്മണ ശരീരയാത്രാപിതേന പ്രസിദ്ധീയ കർമ്മണ. ഈ ഗീത പുസ്തകങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ചുകൊണ്ട് മാത്രമായില്ല. നമുക്ക് എപ്പോൾ ഏതൊരു കാര്യമാണോ പ്രയോജനപ്പെടുത്തേണ്ടത് അതെപ്പോഴും മനനം ചെയ്യണം, എങ്കിലേ അതിൽ ഇത് വ്യതിചരിക്കാതിരിക്കുകയുള്ളൂ. അപ്പൊ തത്വജ്ഞാനത്തിന്റെ പ്രയോജനം അങ്ങനെയാണ്. അപ്പൊ നിത്യനൈമിത്യ കർമ്മങ്ങൾ രാവിലെ, ഇതല്ലാതെ മറ്റൊരു കാര്യവും ഗ്രഹത്തിലെ മറ്റ് ശുദ്ധീകരണം ആയിക്കോട്ടെ, ഭക്ഷണം ഉണ്ടാക്കലായിക്കോട്ടെ, പാത്രം തേക്കലായിക്കോട്ടെ, അടിച്ചുവാരലായിക്കോട്ടെ, ബാക്കി കർമ്മങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാവിലെ എഴുന്നേറ്റാൽ നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നത് ശരീരശുദ്ധി വരുത്തി അവനവൻ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടതും. ഈശ്വര ഉപാസന വരെ നിത്യനൈമിത്യം, അതെല്ലാം ഫലേച്ഛയില്ലാതെ ആ കാര്യങ്ങൾ ചെയ്യുകയും വേണം. പ്രത്യേകിച്ച് എനിക്ക് എന്തെങ്കിലും നിത്യനൈമിത്യം, ബ്രാഹ്മണരാണെങ്കിൽ ഈ സന്ധ്യാവന്തനാദികൾ ചെയ്യുന്നതുകൊണ്ട് എന്നാ പ്രയോജനം എന്നുള്ള ചിന്തയിലാണ് പലരും നിർത്തിക്കളയുന്നത്. ആ പ്രത്യക്ഷത്തിൽ ഫലമൊന്നും നമുക്ക് കാണാനും ഇല്ല. പക്ഷേ അത് കാലക്രമത്തിലാണ് ഫലം വരിക, ഇൻ ഡ്യൂറേഷൻ. അപ്പോൾ ഒരു കർമ്മം വേസ്റ്റായി പോകില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഓർക്കിരിക്കുക. അപ്പൊ നിത്യനൈമിത്യ കർമ്മങ്ങൾക്ക്, നിയതമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ആരെയും കൂട്ടുപിടിക്കരുത്, ഇത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും അതിൽ തന്നെ നമ്മുടെ ആഹാര വിഹാരാദികളൊക്കെ അതിൽപ്പെടും, നിത്യനൈമിത്യ കർമ്മങ്ങളിൽ പെടും. അതായത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശരീരത്തെ യഥാവിധി സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളിൽ പെർഫെക്ഷൻ വരുത്തണമെങ്കിൽ ഇത് നിത്യമായിട്ട് ചെയ്യുന്നവർക്ക് അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരവർ ചെയ്യേണ്ട കാര്യങ്ങളിൽ ദൃഢനിശ്ചയം ചെയ്ത് അത് ത്യാഗമനസ്സയോടെ നടപ്പാക്കാനുള്ള കപ്പാസിറ്റി, ആത്മവിശ്വാസം, ദൃഢത, സ്ഥിതപ്രജ്ഞത്വം ഒക്കെ പ്രകടമാകണം. അതാണ് ഭഗവാൻ നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞാൽ കുടുംബത്തിൽ ആവശ്യമായ കർമ്മങ്ങൾ, അതായത് കുടുംബക്കാർക്കെല്ലാം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യണം. അതാണ് കുടുംബ സംരക്ഷണം. എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കണം. അവർക്കൊക്കെ എന്തൊക്കെയാണ് ആവശ്യം, ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് നമ്മൾ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ അതേപ്പറ്റിയും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ സസ്യലതാദികൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും തോട്ടങ്ങളോ ഉദ്യാനങ്ങളോ പൂവുണ്ടാകുന്നതോ ഇല്ലെങ്കിൽ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. പശുപരിപാലനം ഉണ്ടെങ്കിൽ അതിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ കുടുംബ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളുണ്ടോ നമ്മുടെ കൂടെയുള്ളവരുടെയും നമ്മൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങളുടെയും വലിയ സസ്യലതാദികളുടെയും എവറിത്തിങ്സ് നമ്മൾ പോയി അന്വേഷിക്കണം. അവരുടെയൊക്കെ ക്ഷേമാന്വേഷണം നേരിട്ട് ചെയ്യണം. വേറെ ആരെയും പറഞ്ഞു വിടരുത് ഇക്കാര്യത്തിൽ. നിത്യനൈമിത്യ കർമ്മങ്ങളിൽ എല്ലാ കുടുംബാംഗങ്ങളോടും സംവാദം നേരിട്ട് നടത്തിയിരിക്കണം. അവരുടെ
ഓരോ ദിവസത്തെയും ആവശ്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സ് തുറന്നുകൊണ്ട് അവരോട് സംവാദം നടത്തുകയും വേണം. ഒരാളോട് മിണ്ടാതിരിക്കുക, ഇങ്ങനെയുള്ള ആ പ്രക്രിയ ഒന്നും പാടില്ല ശരിക്കും. അത് രണ്ടു കൂട്ടരും കുടുംബത്തിലുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഈ പറയുന്ന പ്രക്രിയ ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര പേര് മെമ്പേഴ്സ് ഉണ്ടോ, ഭഗവാൻ ചെയ്യുന്ന പോലെ എല്ലാവരും നിത്യദൈവത്യ കർമ്മങ്ങൾ ചെയ്താൽ ആ കുടുംബത്തിന്റെ ശ്രേഷ്ഠത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളെങ്കിലും ചെയ്താൽ പോലും ആ കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകും. അപ്പൊ ബാക്കിയുള്ളവരും കൂടെ അല്പമെങ്കിലും ഇത് അനുസരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ആ കുടുംബത്തിന്റെ സംരക്ഷണം അനായാസന് സാധിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് കിടക്കാൻ. സമൂഹ സംരക്ഷണം എന്നുള്ളത് ഇവിടെ കൃഷ്ണൻ ബാക്കി എല്ലാ കർമ്മങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് തൻ്റെ സുധർമ്മ എന്ന് പറയുന്ന ആ വിചാര കേന്ദ്രം, അതായത് കുടുംബത്തിലുള്ള ഇല്ലേ തൻ്റെ കുലത്തിൽപ്പെട്ടവരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ശ്രേഷ്ഠമായ ഒരു സഭ വിളിച്ചിട്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവിടെ എന്റർടൈൻമെന്റും, അതായത് സംഗീത നാടകാദി കാര്യങ്ങളും സാംസ്കാരിക വിഷയങ്ങളും അവിടെ കൈകാര്യം ചെയ്യുന്നു. എല്ലാവരും സന്തോഷിച്ച് കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് സുധർമ്മ എന്ന് പറയുന്ന ഒരു ദർബാർ ഹാള്. അവിടെ അപ്പോൾ ഇവിടെ ജരാസന്ധന്റെ പ്രശ്നവും പറഞ്ഞുകൊണ്ട് ഒരു ഭക്തൻ അവിടെ വന്നു. അപ്പൊ അനേക രാജാക്കന്മാരുടെ ദൂതനായിട്ടാണ് ഈ പ്രതിയോഗി വന്നത്, ദൂതനായിട്ടാണ് വന്നത്. അപ്പൊ ജരാസന്ധന്റെ ശല്യം സഹിക്കാൻ വയ്യാത്ത ഒരു പൊതു പ്രശ്നം അവിടെ കൃഷ്ണന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ജരാസന്ധനെ ആക്രമിക്കണം. അത് നിസ്സാരമായിട്ട് വെറുതെ ആക്രമിക്കാൻ സാധ്യമല്ല. കാരണം ഇതിനു മുമ്പും 17 പ്രാവശ്യത്തോളം ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്തതാണ് ശ്രീകൃഷ്ണൻ മധുരവാസികൾ. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ജരാസന്ധനെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെന്നുള്ള ഭാവനയിലാണ് മധുരാദേശം തന്നെ വിട്ടിട്ട് ദ്വാരകാപുരി നിർമ്മിച്ചതും എല്ലാം യദുകുലത്തിലുള്ളവരെ മുഴുവൻ ഇങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ചത്. അപ്പോൾ ഒരുപക്ഷെ ജരാസന്ധൻ വിചാരിച്ചു എന്നെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ പോയിരിക്കുന്നതെന്ന്. അതങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 18ാമത്തെ പ്രാവശ്യം ആക്രമിക്കാൻ പോയതിലും ഭേദം ഒളിച്ചോടുന്ന രീതിയിൽ ഓടിയത്. അതങ്ങനെ ഒരു ധാരണ ജരാസന്ധനിൽ ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ അഹങ്കാരമാണ് ശ്രീകൃഷ്ണൻ പോലും എല്ലാം ഉപേക്ഷിച്ച് എന്നെ പേടിച്ചിട്ടാണ് പോയത് എന്നുള്ള ധാരണയിൽ ജരാസന്ധൻ കുറച്ച് അഹങ്കാരിയായിട്ട് മാറി എന്ന് മാത്രമല്ല, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ ഞാൻ പറയുന്നത് കേൾക്കാതെ ഇരിക്കുന്നവരെ എല്ലാം പിടിച്ച് ജയിലിലടക്കി അവരെ പീഡിപ്പിക്കുകയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് ചിലരെയൊക്കെ വധിച്ചു കളയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെ ജയിലിലടക്കപ്പെട്ട ആ രാജാക്കന്മാരുടെ പ്രതിനിധിയായിട്ടാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രീകൃഷ്ണനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രതിയോഗി അവിടെ ദൂതനായിട്ട് വന്നത്. അദ്ദേഹം പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അങ്ങ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമെന്നും അത് വേണ്ട പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവിടെ നാരദർ വന്ന് പ്രത്യക്ഷമായത്. അപ്പം ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക തകർച്ചയുണ്ടാക്കുന്നതാണ്. അതേസമയം നാരദർ വന്നത് എന്താ? പാണ്ഡവര് ശ്രേഷ്ഠമായ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഖമായിട്ട് കഴിയുന്നു. അപ്പോൾ ഈശ്വര പൂജയും എല്ലാവിധ ഘടകങ്ങളെയും സമൂഹ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മഹത്തായ യജ്ഞം നടത്താൻ ഉദ്ദേശിക്കുന്നു. രാജസൂയം എന്ന മഹത്തായ യാഗം നടത്താൻ ഉദ്ദേശിക്കുന്നു. അതിന് ശ്രീകൃഷ്ണനെ പങ്കെടുക്കണമെന്നും അത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്നും അഗ്രസ്ഥാനത്ത് പൂജയ്ക്ക് ശ്രീകൃഷ്ണനെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നതും എന്നെല്ലാം പറഞ്ഞ് അങ്ങ് പാണ്ഡവർക്ക് വേണ്ട സഹായം ചെയ്യണമെന്ന് ഉള്ള വാർത്തയുമായിട്ടാണ് നാരദര് ഈ ദ്വാരകയിലെത്തുന്നത്. അപ്പൊ നാരദർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. പരമപുരുഷനായ അപ്പൊ ഭഗവാനെ പറ്റി മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള ഭക്തനായിരിക്കുന്ന നാരദര് ശ്രവണം, കീർത്തനം, സ്മരണം എന്ന നിർദ്ദിഷ്ട രീതികൾ അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ നിരതരാകുന്നവൻ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും മുക്തനായി പവിത്രീകരിക്കപ്പെടും. അതായത് അന്ധകരണ ശുദ്ധി. അങ്ങനെ അന്ധകരണ ശുദ്ധി ലെവലിലേക്ക് എത്തുന്നവർക്കാണ് അവർക്ക് യഥാവിധി കുടുംബം സംരക്ഷിക്കാനും സ്വയം സംരക്ഷിക്കപ്പെടുകയും ജീവനെ സംരക്ഷിക്കപ്പെടുകയും അങ്ങനെയുള്ളവർക്ക് കുടുംബ സംരക്ഷണം സാധിക്കുകയും അങ്ങനെയുള്ളവർക്കാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് അനായാസേന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു ഭക്തിയുത സേവനം എന്താണെന്ന് കൂടി അത് തന്നെയാണ് കുടുംബ സംരക്ഷണവും. മാധവ സേവയാണ് മാനവ സേവയാണ് മാധവ സേവ എന്ന് പ്രകീർത്തിക്കണമെങ്കിൽ അതിന് തയ്യാറാകുന്ന അല്ലെങ്കിൽ ഈ ഈശ്വരനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഭക്തിയുത സേവനം നമുക്ക് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടിയിട്ടോ ചെയ്യണമെങ്കിൽ ആ വ്യക്തി അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കിയിരിക്കണം. അതിന് ഭഗവാനെ ഭജിക്കുക തന്നെ വേണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വേണം എന്ന് പറയുകയും
അവിടുത്തെ പാദപത്മങ്ങളെ തഴുകുന്ന സർവാതിശായിയായ ജലം ഉപരിലോകത്തിൽ, അതായത് ഒരു പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം പോലും ഈശ്വര സേവയ്ക്ക് ഉതകുന്ന വിധത്തിലാണ് അതിനെ ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഉപരിലോകങ്ങളിലെ മന്ദാകിനി എന്ന് പറയുന്ന ജലസ്രോതസ്സിനെ പറ്റിയും. അത് അധോലോകത്തിലേക്ക് എത്തുമ്പോൾ ഭോഗവതി എന്ന പേരിൽ അറിയപ്പെടുകയും അത് ഭൂമിയിലേക്ക് എത്തിയാൽ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുകയും, അതൊക്കെ ഈ പ്രപഞ്ചത്തെ പവിത്രമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരന്റെ സ്രോതസ്സുകളാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നാരദ മഹർഷി ദ്വാരകയിലെ സുധർമ്മ മണ്ഡപത്തിൽ എത്തുന്നതിന് അല്പം മുമ്പ് ഭഗവാൻ കൃഷ്ണനും മന്ത്രിമാരും കാര്യദർശികളും ആലോചിച്ചിരുന്നത് ഈ ജരാസന്ധനെ ആക്രമിച്ച് എങ്ങനെ ഈ രാജാക്കന്മാരെ രക്ഷിക്കാൻ സാധിക്കും. കാരണം അതിനു മുമ്പ് ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ദൂതനായിട്ട് വന്ന് പറഞ്ഞ വിഷയത്തിലാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അതിന്റെ പിന്നാലെയാണ് നാരദരെത്തുന്നതും രാജസൂയ യാഗത്തിൽ പങ്കെടുക്കാൻ ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനപുരത്തിൽ പോകണമെന്നും നാരദന്റെ അഭിപ്രായം അവർക്ക് അത്ര ആകർഷണീയമായി തോന്നി. കാരണം അതിലും വലിയൊരു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇപ്പൊ ജരാസന്ധന്റെ അതിക്രമമാണ് ഏറ്റവും വലിയ വിഷയം. അതിന് മറ്റൊന്നൊരു ആഘോഷമാണ്. രാജസൂയ യാഗം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു ഈശ്വര സംബന്ധമായിട്ടുള്ള ഒരു യാഗമാണ് നടക്കുന്നതെങ്കിലും ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ജരാസന്ധനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അതേപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാരദർ പ്രത്യക്ഷമാകുന്നതും ഈ രാജസൂയത്തെ പറ്റി അവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പൊ ചർച്ചയിൽ തന്നെ പൊതുവെ എല്ലാവരും ജരാസന്ധനെ ആക്രമിച്ച് കീഴടക്കുന്ന വിഷയമാണ് പ്രാധാന്യമെന്നും അതുകൊണ്ട് രാജസൂയം അത്ര പ്രാധാന്യമില്ലാത്തതാണ് എന്നും തീരുമാനിച്ചു. അപ്പൊ ഇങ്ങനെ രണ്ട് വിഷയം വന്നു. വിഷയത്തെ പറ്റിയും എല്ലാവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, ഈ വിഷയത്തിൽ അങ്ങയുടെ തീരുമാനം എന്താണ്, ഏതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഉദ്ധവരോട് ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.